രണ്ടാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. വാബി സാബി ഫൈൻഡിങ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ മേഘ പോത്തൻ മാം ആണ്. വെൽക്കം മാം. Hi, good morning, everyone. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. അപ്പോൾ ഞങ്ങള് ഇന്ന് വാബി സോബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ 1 സെക്കൻഡ് 1 മിനിറ്റ് ഇത് എൻ്റെ ഒരു ലാപ്ടോപ്പ് പ്രസന്റേഷൻ ഞാനൊന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂട്ടാണ് മാം, മ്യൂട്ടാണല്ലോ. ഓക്കെ ഇപ്പൊ കേൾക്കാമല്ലോ. കേൾക്കാം. ഓക്കെ, വാബി സോബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു ജാപ്പാനീസ് സംഭവമാണ്. എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ ഇന്ന് ഞങ്ങള് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജാപ്പനീസ് കോൺസെപ്റ്റ് വാബി സോബി. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഒരു നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലരും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പലപ്പോഴും നോക്കുമല്ലേ. ചില ആളുകൾ ശ്രദ്ധിച്ചാൽ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിൽ തന്നെ പലരും അങ്ങനെ ആയിരിക്കാം, പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവര്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ ഒത്തിരി ആൾക്കാർ ഒരു പിക്ചർ തന്നെ എടുക്കണമെങ്കിൽ അത് അവര് ഒത്തിരി നോക്കിയിട്ട് പെർഫെക്റ്റ് ആയാലേ ഫോട്ടോ ഇടൂലും, ഇവൻ റീൽസ് ആയാലും നോക്കി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അവർക്ക്. ഇവൻ ഫോട്ടോ മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ പലതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും നമ്മള്. പക്ഷെ ഈ ജാപ്പനീസ് കൺസെപ്റ്റ് വാബി സോബി നമ്മളെടുത്ത് പറയുന്നത് നമ്മൾ ഇംപെർഫെക്ഷൻസിലൂടെയും നമ്മളത് അംഗീകരിച്ച് ജീവിച്ചാൽ നമുക്ക് ലൈഫ് നമ്മളെ ഒത്തിരി ഹാപ്പിയും പീസ്ഫുൾ ആവും എന്നാണ്. ഇത് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഷെയറിങ് ഈസ് നോട്ട് ടേൺഡ് ഓൺ ആയിരുന്നത്.
Star ഒന്ന് Hotstar. ഹോട്ടാണല്ലോ. Okay. ഞാൻ ഹോട്ടാണ്. വേറെന്ത് വിഷയങ്ങളൊന്നും ഉണ്ട്? Sharing is not turned on എന്നാണ് വരുന്നത്. അത് മാഡത്തിന് 2 ഫോൺ ഉണ്ട് തോന്നുന്നു. ഒന്നിൽ നമ്പർ ഉണ്ടോ? ആക്കിയിട്ടുണ്ട്, മറ്റേതിലില്ല. ഓ, അതെ. ഓക്കെ ആ, ഓക്കെ. അത് ഞാൻ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. ഇപ്പം ഷെയർ ചെയ്യാം. ഇല്ലയോ? ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? വരുന്നുള്ളു. ഓക്കെ, പറയേ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് വാബി സാവിയിലൂടെ എങ്ങനെ നമുക്ക് നമ്മളെ ഇംപെർഫെക്റ്റ് ആയ ലൈഫിൽ കാര്യങ്ങളും സ്വീകരിക്കാൻ പറ്റും എന്നൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മൾ ഇന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ റിജക്റ്റ് ചെയ്തിനോ? ബിക്കോസ് അത് പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ചാറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ചെയ്തിട്ടുണ്ട്, വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതെയോ? ഓക്കെ. വേറെ ആർക്കും ഒന്നുമില്ല പെർഫെക്റ്റ്? കാരണം ചിലപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഇത് പെർഫെക്റ്റ് അല്ല അപ്പൊ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ എന്ത് തന്നെയാവാം, ഫോട്ടോ തന്നെ ആവണമെന്നില്ല. ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ റിജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് ഫോട്ടോ അയക്കാം. ചില സമയം നമ്മൾ എന്തെങ്കിലും തന്നെ ആയിരിക്കാം. ചിലപ്പോ നിങ്ങളൊരു പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ ലൈഫിൽ പലതും ഇത് പെർഫെക്റ്റ് അല്ല എന്നിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കാം ലൈഫിൽ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ നോക്കുന്നത്, എങ്ങനെ ഈ പെർഫെക്റ്റ് ഇല്ലാണ്ടും നമുക്ക് ലൈഫിൽ പെർഫെക്ഷൻ ഇരിക്കൂല എന്നാണ് വാബി സാവിയിലൂടെ അവർ പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഒരു ഗോളോ എന്ത് തന്നെയായാലും അത് പെർഫെക്റ്റ് ആവണം എന്നല്ല, പക്ഷെ നമ്മൾ സമാധാനമാണ് ലൈഫിൽ വേണ്ടത് എന്ന രീതിയിലാണ് ഈ വാബി സാവി പറയുന്നത്. പണ്ട് കാലത്ത് ജാപ്പനീസിൽ നടന്നൊരു കഥയാണിത്. ഒരു ടൂറിസ്റ്റ് അവിടെ ജാപ്പാനിൽ പോയ സമയത്ത് ഇവര് ജാപ്പാനിൽ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ ഒത്തിരി ഇങ്ങനെ ഫ്ലോറിലൊക്കെ ഇരുന്നിട്ടാണ്, ഭയങ്കര വിനയത്തോടെയുള്ള ആൾക്കാരാണ് അവർ. ഈ ചായയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ സെർവ് ചെയ്യുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ കപ്സിലാണ്, പോസലീനൊക്കെ. അപ്പൊ അതിലിങ്ങനെ ഒരു പ്രാവശ്യം സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൂറിസ്റ്റിന് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ സെർവ് ചെയ്യുന്ന സമയം ഈ ടൂറിസ്റ്റിന്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണു, പൊട്ടി, കുറച്ച് ക്രാക്ക് വന്നു ഈ കപ്പില്. അപ്പൊ ടൂറിസ്റ്റ് ഭയങ്കര ഇതായിപ്പോയി, അയ്യോ അത് പൊട്ടിപ്പോയല്ലോ. നമ്മളായാലും ഒബ്വിയസ്ലി ഫീൽ ചെയ്യില്ലേ, എന്തെങ്കിലും സാധനം പെട്ടെന്ന് വീണുപോയി, അത് അത്രയും ഭംഗിയുള്ള സാധനം. അപ്പം അവിടെയുള്ള ഓണർ അവരോട് ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു കൊണ്ടുപോയി ഇവര് ഒരു ലിക്വിഡ് അതിലൂടെ ഇങ്ങനെ
അവരുടെ ഒരു കിൻസുക്കി എന്ന് പറഞ്ഞിട്ട് ജാപ്പനീസ് ഇതിന് പറയൂ. അവർ ഈ പൊട്ടിയ സാധനങ്ങളെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളിൽ ഒരു ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, പ്ലാറ്റിനം ഇങ്ങനത്തെ ലിക്വിഡ്സ് യൂസ് ചെയ്തിട്ട് അവര് ലാക്കർ ഉപയോഗിച്ചിട്ട് അത് ഫിക്സ് ചെയ്തു. അപ്പൊ കാണുമ്പോ ഇങ്ങനെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ ഈ കപ്സിനെ? അപ്പൊ നിങ്ങക്ക് അതില് വെയിൻസ് പോലെ കാണാമല്ലോ, ഒരു ആ കപ്സിന്റെ ഇടയിലൂടെ വരുന്ന ഗോൾഡൻ ലൈൻസ്. അപ്പൊ അങ്ങനെ ഈ ഒരു ടെക്നോളജി അവര് കിൻസുക്കി എന്ന് പറയും. അപ്പൊ ഈ ഒരു കപ്പ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഐ മീൻ ടൂറിസ്റ്റ് അപ്പം അതിശയിച്ചു, എന്താ ഇങ്ങനെയൊക്കെയാണ്. അതായത് അവരെ ആ ഒരു കൾച്ചറാണ് അവരുടെ ജാപ്പനീസില്. പല സാധനങ്ങളും അവര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്താ ചെയ്യുക, വീട്ടിൽ എന്തെങ്കിലും സാധനം പൊട്ടി കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ആയാലും ഇത് യൂസ് അല്ലാന്ന് പറഞ്ഞിട്ട് ത്രോ ചെയ്യും. പക്ഷെ അവരവിടെ അങ്ങനെയല്ല. ജാപ്പനീസില് അവരത് പറ്റുവാണെങ്കിൽ ഫിക്സ് ചെയ്യാൻ നോക്കും സാധനം. ആൻഡ് അത് ഈ ഒരു അവരുടെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്, കിൻസുക്കി എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് പോട്ട്സും കപ്സും ഒക്കെ അവർ ഫിക്സ് ചെയ്യും, ഗോൾഡൻ ഈ ലിക്വിഡ് ഓർ സിൽവർ, പ്ലാറ്റിനം യൂസ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവരെന്തായിരിക്കും അത് ചെയ്യുന്നത്? ഒന്നും തോന്നുന്നില്ലേ? അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്? ഒരു വാല്യൂ ഒരു സാധനവും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി എല്ലാത്തിനും അതിൻ്റെതായ വില നൽകുന്നു. അങ്ങനെയല്ലേ? അതെ അതെ, കറക്റ്റ് മാം പറഞ്ഞത്. നമ്മൾ ഓരോ കാര്യവും അവര് വാല്യൂ ചെയ്യുന്നുണ്ട്. അത് പഴയതാന്ന് വിചാരിച്ചിട്ട് അവരതിനെ എടുത്തു കളയൂല. അത് അവര് ഫിക്സ് ചെയ്യാൻ നോക്കും, വീണ്ടും ഉപയോഗിക്കാൻ നോക്കും. ബിക്കോസ് അവര് വിശ്വസിക്കുന്ന എന്താണ്, ആ ഒരു പഴയ സാധനത്തിനും വാല്യൂ ഉണ്ട്. ചില ആളുകൾ അവിടെ വിശ്വാസമുണ്ട്, അതായത് ഓരോ സാധനത്തിനും ജീവനുണ്ട് എന്ന് വരെ, മെഷീൻസിന് വരെ ജീവനുണ്ട്. അപ്പൊ അതും ആ ഒരു ജീവനുള്ള ഒരു വ്യക്തിനെ പോലെ അവരതിന് ആദരവും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഈ ഒരു വിശ്വാസമാണ് വാബി സോബി എന്ന് വിളിക്കുന്നത്. അതായത് പഴയ സാധനങ്ങൾ എറിഞ്ഞുടഞ്ഞു പോയാൽ അവർ മാക്സിമം അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കും, എന്തെങ്കിലും രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവർ യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു കൾച്ചർ ഓർ ഐ മീൻ കോൺസെപ്റ്റിനെ അവർ പറയുന്നത് വാബി സോബി എന്ന്. അപ്പൊ വാബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലൈഫിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ വാബി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്? ആർക്കെങ്കിലും അറിയോ വാബി എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല മാം, ആദ്യമായിട്ട് കേൾക്കുക. അതെയോ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ വാബി എന്ന് പറഞ്ഞാല് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ പറയും അവരെത്ര സിമ്പിളായ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായ പീപ്പിൾ ആണ്. അപ്പൊ അവരെ പോലത്തെ ആൾക്കാർ ആണ് അതായത് സിമ്പിൾ തിങ്സിനെയും ഭയങ്കര കാര്യങ്ങളിലെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യും. അവരത്ര ഭയങ്കര ആർഭാടത്തിൽ ചെയ്യത്തില്ല. സിംപ്ലിസിറ്റി എന്ന ഒരു കാര്യമാണ് വാബി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഒത്തിരി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആളുകൾ ഒത്തിരി സാധനങ്ങൾ മേടിച്ചു കൂട്ടും അവരെ ലൈഫ്. ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഡ്രസ്സസിന്റെ തന്നെ, ഈവൻ ജ്വല്ലറി മാത്രമല്ല എന്ത് സാധനവും നമുക്ക് ഇന്ന് ഓൺലൈനിൽ കിട്ടും. അപ്പൊ നമ്മളെ വീട്ടിൽ പലപ്പോഴും നമ്മൾ തന്നെ അല്ലേ മേടിച്ചു കൊണ്ടിരിക്കും. ഓരോ മന്ത് തന്നെ നിങ്ങൾ ബില്ലെടുത്തിക്ക് കഴിഞ്ഞാൽ ഒത്തിരി ബില്ല് നമ്മൾ അതിലൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്
വാബിയിൽ അവർ പറയുന്നത് ലിവിങ് വിത്ത് ലെസ്, നമ്മൾ ഉള്ളത് സംതൃപ്തിപ്പെടുക എന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതേപോലെ നമ്മൾ ലൈഫ് തന്നെ ഒത്തിരി ഇപ്പം സിറ്റി ലൈഫ് തന്നെ ഒത്തിരി കാര്യങ്ങളായിരിക്കും, ആളുകൾക്ക് സമാധാനം അങ്ങനത്തെ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. പലരും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തണമെങ്കിൽ ഇന്ന പ്ലേസിൽ വരാം എന്നൊക്കെ രീതിയിൽ ഇപ്പൊ അവര് അതും ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോകാം, റിട്രീറ്റ് പോലെ, എന്നിട്ട് അവിടെ അവിടെ മെഡിറ്റേഷൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഫുഡ്, വാട്ടർ, ഇനി ലൈഫിൽ നെസസിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ പലരും അങ്ങനെ എന്തിനാ ചെയ്യുന്നത്, നമ്മളിപ്പോ സമാധാനം ഇല്ലാണ്ട് പലരും സമാധാനം എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് അല്ലേ നമ്മൾ തേടി പോകുന്നയാ പല പ്ലേസസും. അപ്പൊ ഇവര് വാബി സോബിയിലൂടെ പറയുന്നത് നമ്മൾ ആ ഒരു ലൈഫിൽ നമ്മൾക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ലൈഫിൽ അല്ലെ എൻജോയ് ചെയ്യാം. എന്നാൽ പകരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പല കാര്യങ്ങളും നമ്മളെ ബൊമ്പാടിടാം. നമ്മള് ഇന്ന് നോക്കിക്കഴിഞ്ഞാല് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും വീട് പറ്റൂല, പലപ്പോഴും സമാധാനമായിട്ട് ഒരു സ്ഥലത്തിരുന്ന്. പക്ഷെ ഇവര് അത് ഹോബി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സിമ്പിൾ ആയിട്ട് ലൈഫ് ജീവിക്കാനോ അധികം ലെസ് ആയ നമ്മൾ ഒന്നും അധികം അതായത് എന്താ ഉള്ളത് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സമാധാനം, അങ്ങനെയൊക്കെയാണ് വാബിയിൽ പറയുന്നത്. അതേപോലെ സാബി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഒരു പോർസലിൻ കപ്പ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ത്രോ ചെയ്യും. അത് ചിലപ്പോൾ അത് പൊട്ടണം തന്നെ ഇല്ല, പലപ്പോഴും അത് പഴയതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് റീയൂസ് ചെയ്യില്ല, പലരും എടുത്ത് കളയും. ഇപ്പൊ സൈക്കിള് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ യൂസ് ചെയ്യോ? ഇല്ല, പലപ്പോഴും ഇത് പഴയതായി എന്നിട്ട് നമ്മൾ അതിനെ കളയാനല്ലേ നോക്കും. അപ്പൊ അത് നമ്മൾ ഏജ് ആവും തോറും അവരാ ഒരു സാധനത്തിൽ സാധനം മാത്രമല്ല നമ്മൾ ആ ഏജ് ആയിരുന്നോളും ആ ബ്യൂട്ടി കണ്ടെത്തുന്നു. അതായത് അതിൽ ആ ഒരു സാധനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. ഏജ് അത് ഭയങ്കര ഓൾഡ് ആയാലും അതാണ് സാവിയിലൂടെ അവർ പറയുന്നത്. ഇംപെർഫെക്ഷൻ, അതായത് നമ്മൾ ഭയങ്കര ഇംപെർഫെക്റ്റ് ആയ സാധനമായാലും അതിനൊരു there is beauty in that. നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ പഴക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ അടുത്തൊരു ഒരു ആൻറ്റീനെ കണ്ടിരുന്നു. എൻ്റെ ആ ആൻറ്റി ഒരു ചെറിയ സൂയിങ് മെഷീൻ, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാവുന്നതല്ലേ ഒരു എന്താ പറയാ തയ്യൽ മെഷീൻ. ആ തയ്യൽ മെഷീൻ ഇപ്പം നമ്മളെല്ലാരും എന്താ ചെയ്യാ, കളയുമല്ലേ. പക്ഷെ ആ ആൻറ്റി എന്താ ചെയ്തേ, അതൊരു ഗാർഡനിൽ അവര് അതില് ഫ്ലവർ പോട്ടും അതൊക്കെ വെച്ചിട്ട് അതിനെ അലങ്കരിച്ചു. അതൊരു റീയൂസ് ചെയ്തു സ്വിങ് മെഷീനെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്തെങ്കിലും നിങ്ങളെ വീട്ടില്? എൻ്റെ വീട്ടിലും ഉണ്ട് അതേപോലത്തെ സ്വിങ് മെഷീൻ, അവിടെ മൂലയ്ക്ക് കിടക്കുവാണ്. പക്ഷെ ആ ആൻറ്റി ചെയ്തത് ആ ഒരു ഗാർഡനിൽ അവരാ നമ്മളൊരു പോട്ട്സും നമ്മളെ പ്ലാന്റ്സ് ഒക്കെ അതിൽ മേലെ വെച്ചിട്ട് അതിനെ ഒരു വേറെ റീപർപ്പസ് ചെയ്ത് അതിനൊരു വേറെ ജീവിതം കൊടുത്തു. നമുക്ക് അങ്ങനെ നമ്മളെ വീട്ടിൽ ഓരോ സാധനം ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് ജീവൻ അങ്ങനെ കൊടുക്കാം പകരം, അല്ലേ? അത് അവിടെ മൂലക്ക് ഉപേക്ഷിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ ജങ്ക് സ്ക്രാപ്സിലൊക്കെ അല്ലേ കൊടുക്കുക മോസ്റ്റ്ലി, ഇത് പുതിയത് മേടിക്കും. അപ്പൊ അവര് പറയുന്നത് ഒന്നും അത്ര നത്തിങ് ലാസ്റ്റ്, അതായത് നമ്മൾ ലൈഫിൽ ഒന്നും അതിനൊരു കാലാവധി ഉണ്ടാവുമായിരിക്കും, അത് പെർഫെക്റ്റും ആണെന്നില്ല. പക്ഷെ എവറിത്തിങ് ഇസ് ഇന്നഫ്. നമ്മൾ ഇന്നഫ് എന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ മോഡേൺ ലൈഫും എങ്ങനെയാണ്, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് പെർഫെക്റ്റ് ആയ ബോഡി വേണം. അപ്പൊ അതിനെന്താ ചെയ്യുക,
നമ്മള് ജിമ്മിൽ പോകും അല്ലേ? നിങ്ങൾ പോവാറുണ്ടോ? ഇവിടെ ആരെങ്കിലും ജിമ്മില്? അതെ അതെ. അല്ലേ? ഉം. അപ്പൊ നമ്മള് ജിമ്മിൽ പോകണ്ടെന്നല്ല പറയുന്നത്, ജിമ്മിൽ പോകണം. അത് പക്ഷെ കമ്പാരിസൺ അല്ലേ, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാം. എന്റെ ബോഡിയും കൂടെ സെറ്റ് ആവണം, അതെ എന്നാലേ എനിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റൂ, മറ്റുള്ളവര് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊക്കെ ഉള്ളൊരു തോന്നല്. അതെ അതെ കറക്റ്റ്. നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് നല്ല ബോഡി ഇല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ എല്ലാം കമ്പാരിസൺ ആണ് നടക്കുന്നത്. ബോഡി തന്നെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജിമ്മ് ഓപ്പൺഡ് ആണ്. കാരണം എന്താ, അവർക്ക് അറിയാം ഇത് ബിസിനസ് ആക്കാം, എന്നിട്ട് അവരത് ബിസിനസ് ആക്കി. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ വാക്ക് ചെയ്യാം ബീച്ചിലൂടെ, അല്ലെങ്കിൽ വേറെ പല ആക്ടിവിറ്റീസ് ഉണ്ട്, സൈക്ലിങ് ചെയ്യാം. പക്ഷെ നമ്മളെല്ലാവരും അത്യാവശ്യമാണ് അവർക്ക് ബിസിനസ്, ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കേണ്ടവർക്ക് അറിയാം എങ്ങനെയാണല്ലേ അഡ്വർടൈസ് ചെയ്യാം. നമ്മളെ പലർക്കും ഉണ്ടാവും ഈ ഒരു ഉള്ളില് ലൈക്ക് നമ്മൾ വി ആർ നോട്ട് ഇന്നഫ്, നമ്മൾ ശരിയില്ല. ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, പല പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് ആയ ബോഡി ആയിരിക്കും, വെയിറ്റും ഹൈറ്റും ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ സ്റ്റിൽ അവർ പറയും ഇല്ല, ഇന്ന് എനിക്കൊരു എന്നെ കാണാൻ ഒരു ശരിയില്ല, എനിക്ക് യോഗ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയവര് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി മെലിഞ്ഞിട്ട് ഉള്ള ആൾക്കാർ കൂടി. അപ്പൊ അവർക്ക് അവര് ഫീൽ ചെയ്യുന്ന ഞാൻ പെർഫെക്റ്റ് അല്ല, ഐ എം നോട്ട് പെർഫെക്റ്റ്, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുള്ള ചിന്തയാണ്. വേറെ വാബി സോബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് അല്ല നോക്കേണ്ടത്, നമ്മൾ ഹെൽത്തി ആണോ എന്ന്. അതായത് ബോഡി നമ്മളിപ്പോ ഇപ്പൊ വിസ്മയ മോഹൻലാൽ എല്ലാം പറഞ്ഞു അവർക്ക് 100 കിലോ വെയിറ്റ് എനിക്കുണ്ട്. അവരെന്നെ ഒരു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, അവർ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ പെർഫെക്റ്റ് ബോഡി അല്ല നോക്കണ്ടേ, ആ വെയിറ്റ്. ഇപ്പൊ 100 kg ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവർ ഹെൽത്തി ആണോ ആ 100 kg-യിലും. ഇഫ് അവർ 80 ആയാലോ 90 ആയാലോ അവർ ഹെൽത്തി ആണെങ്കിൽ പെർഫെക്റ്റ് ആണത്, ഫൈൻ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ട് അല്ലെ അങ്ങനെയല്ല പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഓവറായിട്ട് ജിമ്മിൽ പോകും. പലരെയും കാണാം കാർഡിയാക് അറസ്റ്റ് വരുന്നത് അങ്ങനെയല്ല. ചിലപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ നമ്മൾ അങ്ങനെ ലൈഫ് ലീഡ് ചെയ്യുന്നത് പല കാരണം കൊണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് വാട്ട് എവർ ഐ ആം ഇന്നഫ് എന്നുള്ള, ഐ ആം പെർഫെക്റ്റ് ആവണമെന്നില്ല, ഇങ്ങനെ എനിക്ക് എൻ്റെ ബോഡി ഐ ആം ഹെൽത്തി എന്ന് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് വാബി സോബിയിലൂടെ. പല കാര്യങ്ങൾ, അത് ബോഡിയിൽ മാത്രമല്ല, നമ്മൾ കരിയർ എടുത്ത് നോക്കിയാലും റിലേഷൻഷിപ്പ് ആയാലും നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടാവും അല്ലെ, പെർഫെക്റ്റ് ആയിട്ട് വേണം എല്ലാം, പെർഫെക്റ്റ് ആയ കരിയർ റിലേഷൻഷിപ്പ് ആയാലും. ചിലവർ വീടെടുക്കാൻ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം, അത് എനിക്ക് നല്ല ആവശ്യമുള്ള 5 മുറി, 5 ഒരു ലിവിങ് റൂം, കിച്ചൺ, അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ, അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ അവർ വിശ്വസിക്കുന്ന നമ്മൾ എന്തുണ്ടാവുമ്പോൾ അതിൽ കരിയർ ആയാൽ അത് നല്ല മീനിങ് ഫുൾ ആയിരിക്കണം. ജസ്റ്റ് ബിക്കോസ് അതായത് സൊസൈറ്റിയിൽ നമുക്ക് ഓക്കെ ഞാൻ ഡോക്ടർ ആയാലും എനിക്ക് ഒരു പേരുണ്ടാവും അങ്ങനെ ഉദ്ദേശിച്ചല്ല. വേറെ ആ കരിയർ ചെയ്യുമ്പോൾ അത് എനിക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷനോ മീനിങ് ഫുള്ളോ ഉണ്ടോ, അതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ജാപ്പനീസ് അങ്ങനെയാണ് കേട്ടോ ഈ കൺസെപ്റ്റ്, വാബി സോബി എന്ന കൺസെപ്റ്റിലൂടെ അവര് അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ പലരും ലീഡ് ചെയ്യുന്നത് അവിടെ എന്നാണ് പറയുന്നത്. ഈവൻ റിലേഷൻഷിപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ പെർഫെക്റ്റിന്, നമ്മൾ പലരും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പല ഹസ്ബൻഡും വൈഫും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോ ഇട്ട് കാണിക്കും അല്ലെ. വേറെ പലപ്പോഴും എന്നിട്ട് പിന്നെ നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അവരെ കുറിച്ച് പറഞ്ഞാൽ അവര് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് കാണിച്ചിട്ടല്ലേ അല്ലെ. വേറെ അവരെ റിലേഷൻഷിപ്പ് റിയൽ ആയിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവൂലായിരുന്നു അല്ലെ. അവര് പക്ഷെ പലപ്പോഴും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതിന് പകരം ആ റിലേഷൻഷിപ്പിന് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് നന്നായേനെ.
ആർക്കെങ്കിലും ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ട് മാം. അതെ, മനസ്സിലാവുന്നു. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ്, എനി ഡൗട്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് അല്ല, നമ്മൾ പലതിലും മീനിങ്, അതായത് നിങ്ങളെ റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിനും അതിന്റെ ഒരു മീനിങ് കണ്ടെത്തണം. ഓർ ഇപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെറുതെ ഫേക്ക് ആയിട്ട് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതിന് പകരം അത് ഒതന്റിക് ആയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് അവര് പറയുന്നത് വാബി സോബി എന്ന കൺസെപ്റ്റിലൂടെ. അപ്പൊ ഒരു ചെറിയ ആക്ടിവിറ്റി ആണ് ഇത്, ക്രാക്ട് പോട്ട് നിറച്ച്. നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ പറയും ഇപ്പൊ എന്നെ കൊള്ളില്ല, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയ പേഴ്സൺ ആണ്, ഞാൻ എപ്പോഴും ഒരു ഫെയിലിയറാണ്, ഇങ്ങനെയുള്ള പലരും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, കൊണ്ട് നടക്കുന്നുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ആ ഒരു നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ വിചാരിക്കാറുണ്ടോ? ഓ എനിത്തിങ് എന്തോ ആവാത്, അതായത് ഒരു ഫ്ലോ പോലെ നിങ്ങൾക്ക് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, പറയാം എന്താണ് നിങ്ങള് അതായത് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും അത് ഫ്ലോ, നിങ്ങളെ ഒരു മിസ്റ്റേക്ക്, ഐ മീൻ നിങ്ങൾ നിങ്ങളെ തന്നെ അതില് ഇവിടെ ഐ എം നോട്ട് ഇനഫ് നോ എന്ത് തന്നെ ആവാം. ചിലപ്പോഴൊക്കെ എങ്ങനെ കേട്ടില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ചില സമയത്ത്. ചില സമയത്തോ? അതെ, ഓക്കെ. അപ്പം വേറെ ആർക്കും ഒന്നുമില്ല, ഫീൽ ചെയ്യുന്നില്ല? എല്ലാവരും എനിക്ക് മാം തോന്നുന്നു ഇതി വരുന്നുമ്പേ ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഉണ്ടായിരുന്നു. വരുന്നുണ്ട്. രണ്ടാളൊരു ഉദ്ദേശം പറയാൻ പോണു. ഒരു കാലത്തുണ്ടായിരുന്നു, ഇതില് വന്നതിന്റെ ശേഷമൊക്കെ മാറി. അതെ അല്ലെ? ആ സത്യം. അത് ശരിയാണ്. ഇങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാവും, നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളെ കാര്യങ്ങളൊക്കെ. പക്ഷെ ചിലവർക്ക് ആർക്കും ഉണ്ടാവില്ല അങ്ങനെ, വേറെ ആർക്കും ഇല്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഉണ്ടാകാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ അത് കോപ്പി ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. അതെ അതെ സർ, വളരെ കറക്റ്റ്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും, അതായത് നമ്മള് ഇതൊന്നും ഒരു മിസ്റ്റേക്സോ ഒന്നുമല്ല, നമ്മൾ പലതും അത് നമ്മൾ എക്സ്പീരിയൻസ് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കും അല്ലേ. ചിലപ്പോ ഞാൻ പണ്ട് ഭയങ്കര എംപത്തിക് ആണ്, അതായത് ആരെ കണ്ടാലും എനിക്ക് ഭയങ്കര അവരെ സങ്കടം, ഞാൻ എന്റേതായ സങ്കടം എടുത്തിട്ട് ഞാൻ എനിക്ക് ആവുന്ന ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ. അത് വീക്ക്നെസ് അല്ല അല്ലേ, പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം നമ്മള്. പക്ഷെ ഞാൻ ഇപ്പൊ എടുത്തു നോക്കുമ്പോ എനിക്കത് മനസ്സിലായി, ഞാനൊരു എംപത്തിക് ആയതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും സങ്കടം എന്റെ സങ്കടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓവറായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അത് പക്ഷെ ഫ്ലോ അല്ല അല്ലേ, പക്ഷെ അതൊരു നമ്മള് കുറെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ മിസ്റ്റേക്സോ whatever അതിൽ നിന്ന് നമ്മൾ പഠിക്കും, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് പഠിക്കാൻ. അപ്പൊ സംടൈംസ് ആ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ബിക്കംസ് ആ ഗ്രേറ്റസ്റ്റ് വിസ്ഡം. നമ്മൾ ആ റൂമിന്റെ ഒരു ഫേമസ് ആയ കോട്ട് ഉണ്ട്, യുവർ വൂണ്ട് ഈസ് ദ വേർ ലൈറ്റ് എൻഡേഴ്സ്. നിങ്ങൾ ആ വൂണ്ട്, നിങ്ങളെ വേദനിപ്പിച്ച ആ സാധനം അതായിരിക്കാം നിങ്ങളെ ചിലപ്പം വേറെ ലെവലിലേക്ക് എത്തിക്കുന്ന സാധനം നിങ്ങളെ ഉള്ളില്. ഇന്ന് നിങ്ങൾ പലരും ഇപ്പൊ പാസ്റ്റിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ വിഷമം ചിലർക്ക് അത് തന്നെ ലൈഫ് മാറ്റിയിട്ടുണ്ടാവും അല്ലെ, ആ ലൈഫ് തന്നെ എൻറ്റയർലി 360 ഡിഗ്രി ആംഗിൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു ചിലപ്പോ ആ ഒരു കാര്യമാവാം, ഉണ്ടാവാം. അപ്പൊ അവര് പറയുന്നത് അതായത് എല്ലാ എക്സ്പീരിയൻസും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് മോശമോ ഫ്ലോ അല്ല, മിസ്റ്റേക്സോ അല്ല. നിങ്ങൾ അത് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടാവും ലൈഫിൽ, അതിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവും. നമ്മൾ
നേച്ചർ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാവി സാവി അതിൽ തന്നെ കാണാൻ പറ്റും എന്ന് അറിയുന്നു. നേച്ചർ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കാറില്ല അല്ലെ. അതാ ചില സമയം എന്താ അതിന്റെ നമ്മൾ ട്രീസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീവ്സ് എല്ലാം അതിന്റെ പൊഴിയും. പിന്നെ ഈവൻ ഫ്ലവേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ആ സീസൺ ആകുമ്പോൾ ഫ്ലവേഴ്സ് വരും. അതെ അല്ലേ? നിങ്ങൾ ഇപ്പൊ നമ്മള് ഈ കാലാവസ്ഥനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലാണ്. അപ്പൊ പലപ്പോഴും ഇടി മിന്നല് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ വയനാട് അവിടെയൊക്കെ ഏരിയാസിലെല്ലാം ഇങ്ങനെ മലകളെല്ലാം കുറെ കുത്തൊലിച്ച് ഭയങ്കര മണ്ണൊക്കെ ഇടിഞ്ഞ് അത് കുറെ കഴിഞ്ഞാൽ അത് തന്നെ തനിയെ അല്ലേ അത് ശരിയാകും. നേച്ചർ തന്നെ അതിനെ കറക്റ്റ് ചെയ്യും. ഇപ്പൊ ഓസ്ട്രേലിയയിൽ തന്നെ ഞാൻ പണ്ട് നിങ്ങളെല്ലാം ബുഷ് ഫയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര കോമൺ ആണ്. നിങ്ങളത് കേട്ടിനും അറിയില്ല. ഒരു കാലത്ത് കുറെ 2-3 ഇയേഴ്സ് ഒരു 4-5 ഇയേഴ്സ് ബാക്ക് ഭയങ്കര അതില് ബുഷ് ഫയർ വന്നിട്ട് ഒത്തിരി കുറെ ആനിമൽസ് എല്ലാം നശിച്ചിട്ടുണ്ട് ആ ഫോറസ്റ്റ് ഫയറില്. ഈവൻ ട്രീസ് ഒത്തിരി നശിച്ചു. പക്ഷെ അവര് ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അതില് ഒരു ട്രീ പഴയ ഈ നശിച്ച ട്രീ ആണ്. അതില് ലീവ്സ് ഇത് ചെറുങ്ങനെ ഇങ്ങനെ കിളിർത്ത് വരുന്നു. അതായത് നേച്ചർ തന്നെ അറിയാം അത് തിരിച്ചു കൊണ്ടുവരും അതിനെ. നമ്മള് അപ്പൊ നേച്ചേഴ്സ് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നേച്ചർ നമ്മൾ എടുത്തു നോക്കിയാൽ ഭയങ്കര കാണാൻ ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ആണ് അല്ലെ. പക്ഷെ നേച്ചർ ഒരിക്കലും പെർഫെക്ഷൻ നമ്മളെ പോലെ നോക്കുന്നില്ല. അവരവരുടെ ആ രീതിയിൽ പോകുന്നു പലപ്പോഴും. അപ്പൊ നമ്മള് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നമ്മള് ലൈഫ് സ്റ്റൈല് മാറി. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും നല്ല ഐ ആം ഷുവർ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഇതിൽ വന്നതിന് ശേഷം നിങ്ങളെ ലൈഫ് സ്റ്റൈലൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും പലപ്പോഴും മെഡിറ്റേഷൻ, പിന്നെ നിങ്ങൾ പല നല്ല മൈൻഡ് പവേഴ്സ്, മൈൻഡ് നമ്മൾ ടെക്നിക്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളെ ലൈഫ് അപ്പം നല്ല രീതിയിലായിരിക്കും നീങ്ങുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നാ പറയാ. എവറി ഡേ ഹോബി എന്ന് പറയും. അതായത് നിങ്ങൾ പലപ്പോഴും ചായ കുടിക്കുന്ന സമയത്ത് ഇവിടെ എത്ര പേര് ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കൂ? അതോ ജസ്റ്റ് ഹറിബറി ആയിട്ട് കുടിച്ചിട്ട് വേഗം അങ്ങ് പോവോ? അല്ലല്ല, ജസ്റ്റ് അത് ആസ്വദിക്കും. ആസ്വദിക്കും അല്ലേ സാർ? വാ സൂപ്പർ. ഇവൻ ഞാനും അങ്ങനെയാട്ടോ. ചെറുപ്പത്തിലേ എനിക്ക് ടീ ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ടീന്റെ കൂടെ സ്നാക്സ് വേണം, എനിക്ക് എന്തെങ്കിലും. ഞാനത് ആസ്വദിച്ച് കഴിക്കും. പലരും പറഞ്ഞിട്ടുണ്ട് നീ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്, നമുക്കും കഴിക്കാൻ തോന്നുന്നു പറയും. അത് അങ്ങനെ അതായത് എനിക്ക് പണ്ടേ ഒരു പീസ്ഫുൾ ആയ ഭയങ്കര ഇഷ്ടമാണ് ആ ചായ കുടി. അപ്പൊ നമ്മളെപ്പോഴും അതേപോലെ ശ്രമിക്കുക എന്നാ പറഞ്ഞേ. എവറി ഡേ അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കുടിക്കുമ്പോൾ ഫുഡായാലും ഇപ്പൊ ഒരു ചായ ആയാലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക, ആസ്വദിക്കുക. അതെങ്ങനെയാണ് എന്റെ ബ്രദർ എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിനി. അത് ഒരു സമാധാനമായിട്ടൊന്നും ചായ കുടിക്കൂല. ഇങ്ങനെ വേഗം വേഗം കുടിച്ചിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഞാൻ ചെറുതിലേ കണ്ടത്. അപ്പൊ നമ്മള് അങ്ങനെ ചിലവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയെങ്കിൽ അവരോട് ഈ ഹോബീനെ കുറിച്ചൊക്കെ പറയാം, അതിന്റെ ഇമ്പോർട്ടൻസ്. അതേപോലെ നമ്മള് പഴയ സാധനങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു, പലതും ഓൾഡായ സാധനങ്ങൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ പഴയ പിക്ചർ ഉണ്ടാവും, പഴയ പിക്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ അത് സാധനങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ പലപ്പോഴും ഞാനിപ്പോ പറഞ്ഞു നമ്മളെ ഒരു ആന്റീന്റെ ഒരു സ്വിങ് മെഷീനെ കുറിച്ച്. അവര് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ സാധനങ്ങൾ കളയുന്നതിന് പകരം പരമാവധി റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും നല്ലത് ആക്കാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളെ ആക്സെപ്റ്റ്, അതായത് നിങ്ങൾ പലപ്പോഴും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യൂല, നമ്മൾ പെർഫെക്റ്റ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെ പെർഫെക്ഷൻ ഒക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് തന്നെയായാലും ജീവിതത്തിൽ എന്ത് തന്നെയായാലും
നിങ്ങൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക ലൈഫിൽ. ഓക്കെ, പെർഫെക്റ്റ് ആവണമെന്നല്ല, ആ ഇംപെർഫെക്ഷനിൽ സംതിങ് ഇസ് ദെയർ. അതേപോലെ നമ്മൾ മിസ്റ്റേക്സ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും യുനോ ആ മിസ്റ്റേക്സ്, അത് ഞാനൊരു തെറ്റ് ചെയ്തു അങ്ങനെ, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ ഓക്കെ സംതിങ്, ഈ ഒരു കാര്യം എന്നെ എന്തോ പഠിപ്പിച്ചു, ആ മിസ്റ്റേക്ക്. നമ്മളെപ്പോഴും അങ്ങനത്തെ മെന്റാലിറ്റി ഉണ്ടാവണം എന്നാ പറയുക. പലരും നമ്മൾ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മള് ആദ്യം നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, പിന്നെ അയാള് ശത്രുവായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ എന്താ ചെയ്യുക? എല്ലാവരും അയാള് ശരിയില്ല കേട്ടോ, ഓന് ശരിയില്ല, ഓന് ഭയങ്കര മിസ്റ്റേക്ക് ഉള്ള ആളാണ് അങ്ങനെ പറയല്ലേ. പക്ഷെ പകരം ഓക്കെ മേ ബി ആ സമയത്ത് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഇപ്പൊ അല്ല, ബട്ട് സ്റ്റിൽ വി ആർ ഓക്കെ അല്ലെ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എടുക്കുക എന്നാണ്. പകരം അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പലതും നമ്മളെ ലൈഫിൽ ഓക്കെ ഇപ്പം അവരില്ല ഞങ്ങളെ കൂടെ, ബിക്കോസ് അത് നമ്മളെ ലൈഫിൽ പലപ്പോഴും ജേർണിയിൽ അങ്ങനെയാണ്. ചില ആളുകൾ വരും, ചില ആളുകൾ പോകും. പക്ഷെ അതിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ആ കാര്യത്തിൽ ഓക്കെ സംതിങ് ബ്രില്യൻ്റ് ഉണ്ടാവും അതില്. അവരിപ്പോ ഇല്ല എൻ്റെ ലൈഫിൽ, ബട്ട് ദെയർ ഇസ് സംതിങ് ബ്രില്യൻസ്. അപ്പൊ നമ്മൾ കീപ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. കുറ്റപ്പെടുത്തുന്നതിന്, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം. അതേപോലെ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ കൈൻഡ് ആവണം എന്നാ പറയാ. എന്നെ കൊള്ളില്ല കേട്ടാ, നീ അല്ല എന്ത് നല്ലതാ, അങ്ങനെയൊക്കെ പറയും നമ്മൾ പലരോടും അല്ലെ സംസാരിക്കും. നീ എന്ത് നല്ലതാണ്, എനിക്ക് എന്നെ ഒന്നിനും കൊള്ളൂല, എനിക്ക് ഐ എം നോട്ട് പെർഫെക്റ്റ്. നമ്മൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ കുറവുകളും ബ്യൂട്ടി ഉണ്ടാവും. യു ഹാവ് ടു ബി കൈൻഡ് ടു യുവർ. നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ കാണാൻ ചിലപ്പോ നമ്മൾ വിചാരിക്കും ചിലർക്ക് ഭയങ്കര കുറച്ചിലായിരിക്കും, എന്നെ കാണാൻ അത്ര കളറില്ല, മറ്റേ ആളെ നല്ല കളറുണ്ട്. എൻ്റെ അനിയത്തിക്ക് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കളർ കുറവായിരിക്കും. അപ്പൊ അവള് പലപ്പോഴും ചെറുതിൽ എന്നോട് പറയും, ചേച്ചിനെ കാണാൻ എന്ത് നല്ല കളറാണ്, എന്നെ കാണാൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നിന്റെ ചേച്ചിനെ കാണാൻ എന്താ. അപ്പൊ ഞാൻ പറയും കളറിലല്ല ഇരിക്കുന്നത്. നമ്മൾ കാജോൾ നോക്കൂ, സിനിമ നടി, അവര് കളർ അത്ര ഇല്ലെങ്കിലും അവളെ ആക്ടിങ് എന്ത് നല്ലതാ അല്ലെ. നമ്മളെ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക നമ്മളെ ആളുകൾക്ക്. പലപ്പോഴും ആളുകൾ അവരെ കുറവ് ആണ് നോക്കുക, ഐ എം നോട്ട് ഇന്നഫ്. നമ്മളെപ്പോഴും നമ്മളെ കാണാൻ സൂപ്പറാണ്. ഇപ്പൊ ഷാറൂഖ് ഖാൻ എങ്ങനെ നോക്കിക്കഴിഞ്ഞാ എന്തെങ്കിലും അവരെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഫീച്ചേഴ്സ് എല്ലാം ഭയങ്കര നല്ലതായിരിക്കില്ല, പക്ഷെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഇങ്ങനെ കൈകളൊക്കെ ഇങ്ങനെ ആക്കിയിട്ടല്ലേ ഷാറൂഖ് ഖാൻ നല്ല എല്ലാരും. അപ്പൊ അതൊരു പോസിറ്റീവ് ഓറയാണ്. നമ്മളെപ്പോഴും പലരും ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ടിട്ട് നടക്കുന്ന കാണാം അല്ലേ. അത് ക്ലോസ്ഡ് ആന്ന് പറയും പലപ്പോഴും. അവര് എന്താ പറയാ, ഓപ്പൺ അല്ലാന്ന്. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കൈയിന് കെട്ടിയിട്ടിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അവര്. നിങ്ങൾ എത്ര പറഞ്ഞാലും അവര് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഷാറൂഖ് ഖാനെ പോലെ ഇങ്ങനെ ആവണം എന്നാ പറയാ, ഓപ്പൺ ആയിട്ട് ഇങ്ങനെ. അവര് ഭയങ്കര ഓപ്പൺ ആയ പേഴ്സൺസ് ആണ്. നമ്മളെപ്പോഴും അതേപോലെ നമ്മൾ ഓൾവേസ് ബി കൈൻഡ് ടു അവർ സെൽഫ്. നമ്മളാണ് പെർഫെക്റ്റ്, നമ്മളാണ് വലിയത്, അങ്ങനെയുള്ളൊരു ഇതാണ് വേണ്ടത് നമുക്ക് എപ്പോഴും. വി ആർ പെർഫെക്റ്റ്, വി ആർ ഗുഡ്. ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇന്ന് ഉണ്ടാവും മനസ്സിൽ വന്നിട്ട്, അതായത് വൺ തിങ് ഐ വിൽ സ്റ്റോപ്പ് ട്രൈങ് ടു മേക്ക് പെർഫെക്റ്റ് ഇസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? പെർഫെക്റ്റ് ആവരുത്, ഇംപെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ എന്താ ഒരു കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ഞാൻ ആക്കാൻ ശ്രമിക്കുകയില്ല. ബിക്കോസ് നിങ്ങൾ പണ്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചൊരു കാര്യം ഉണ്ടാവും. അതെന്തായിരിക്കും? ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര എൻ്റെ പാരന്റിങ് ശരിയല്ല, എൻ്റെ കുട്ടികളെ വളർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നവരായിരിക്കും നിങ്ങളെ തന്നെ. അപ്പൊ അത് മാറ്റാം. ഇല്ല, ഇനി ഞാൻ എൻ്റെ കുട്ടികളെ നല്ലോണം വളർത്തുന്നു, ഐ ആം പെർഫെക്റ്റ്, ഞാൻ ഓൾ റൈറ്റ് ആണ്, ഞാൻ വാട്ട് എവർ ഐ ആം ഓൾ റൈറ്റ്.
ആ രീതിയിൽ ചിന്താഗതി വേണമെന്ന് അറിയുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഓക്കെ ഞാൻ ഇനി പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കൂല, ഇത് ഞാൻ ഇന്നലെ വരെ അങ്ങനെയാ ചിന്തിച്ചേ, അതിനെ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കണം. മാം ഞാനൊരു ടീച്ചറാ, നേഴ്സറി ടീച്ചറാ. അപ്പൊ ആ ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ മുമ്പിലെത്തുന്ന കുട്ടികൾക്ക് ഞാൻ നല്ല പെർഫെക്റ്റ് എന്ന് വെച്ചാൽ കുറെ കൂടി പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് എവിടെ കിട്ടുന്ന ഇത് അറിവ് ഞാൻ സമ്പാദിക്കാൻ നോക്കും. അത് തെറ്റാണോ? അപ്പൊ നമുക്ക് ഒരാൾക്ക് അങ്ങോട്ട് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിരിക്കണം, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. അത് അങ്ങ് മാറ്റണോ എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. മാം എങ്ങനെയായാലും ഇപ്പൊ പറഞ്ഞല്ലോ ഈ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ചിലപ്പം ഇപ്പൊ പറയൂ ഒരു അമ്മക്ക് സ്വന്തം ഒരു 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 കുട്ടി അമ്മയാകുന്നതിന് മുമ്പ് അവർക്ക് അറിയോ അമ്മയാകാൻ? ഇല്ല. അവരെ ലൈഫ് പഠിപ്പിക്കുന്ന മാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അതായത് മാം എങ്ങനെയോ അങ്ങനെ നല്ലതാണ്. മാമിന്റെ ഉള്ളിൽ ആ ഒരു ഡൗട്ട് വരും പലപ്പോഴും, ചിലപ്പോ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ. ബട്ട് വാട്ട് എവർ യു ആർ ലേണിംഗ് അല്ലേ, നിങ്ങൾ ലേൺ ചെയ്യുക മിസ്റ്റേക്സിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ബെറ്ററായി വരും അല്ലേ. നല്ലൊരു അധ്യാപിക ഒരിക്കലും ആദ്യം തന്നെ അധ്യാപികയായിട്ട് നല്ല പെർഫെക്റ്റ് ആയ ഒരു അധ്യാപികയായിട്ടല്ലല്ലോ. അവരവരുടെ എക്സ്പീരിയൻസിലൂടെ നല്ലൊരു അല്ലേ വാട്ട് എവർ ദേ ആ ഫീൽഡിലുള്ളവര് നല്ലതാവുന്നതല്ലേ. ഷാറുഖ് ഖാൻ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ നടനാണ് അല്ല. അവര് കാലം കഴിയുന്തോറും അവർക്കത് ആ ഗ്രാസ്പ് ചെയ്യാൻ വേഗം അവർക്ക് അതെല്ലാം ഇങ്ങനെ വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമ്മള് അതാ പറയുന്നത്, പെർഫെക്ഷൻ ആവണമെന്നില്ല. മാം ഓക്കെയാണ് വാട്ട് എവർ, ബട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞാന് ശരിയില്ല, ഞാൻ ചെയ്യുന്നത് ശരിയില്ല, അങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നാ പറഞ്ഞത്. നിങ്ങൾ വാട്ട് എവർ യു ആർ ഡൂയിങ് കറക്റ്റ്. പക്ഷെ അത് ഇപ്പോഴത്തെ അധ്യാപിക അവര് പറഞ്ഞു ഒരു MDMA ഒക്കെ പിടിച്ചു, അതേപോലെ ആവണമെന്നല്ല കേട്ടോ. ബിക്കോസ് യു നോ വാട്ട്, നമ്മൾ അറിയാം എന്താണ് കറക്റ്റ് റൈറ്റ് റോങ്. അങ്ങനെ ചെയ്യാത്തടത്തോളം യു ആർ പെർഫെക്റ്റ്ലി ഫൈൻ. നിങ്ങൾ ഓക്കെ ആണ്. നിങ്ങൾ വാട്ട് എവർ നിങ്ങളെ ഇംപെർഫെക്ഷൻസും പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്നതോ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതോ തെറ്റാണെന്ന് തോന്നുന്നില്ല. പക്ഷേ പെർഫെക്റ്റ് ആവാൻ പറ്റാത്തതിൽ നിരാശപ്പെടാതെ നമ്മുടെ ആ പരിധി അറിഞ്ഞുകൊണ്ട്, നമ്മുടെ കഴിവ് അറിഞ്ഞുകൊണ്ട് അതിൽ സമാധാനിക്കുക, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് അതെ പെർഫെക്റ്റ് സർ. ആവണം എന്നുള്ള ആഗ്രഹം തെറ്റാണെന്ന് തോന്നണില്ല. അതെ വളരെ കറക്റ്റ് ആണ് സർ വിൻസെന്റ് സർ പറഞ്ഞത്. നമ്മളിപ്പോ പലപ്പോഴും ഇത് പഠിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ ഇനി എങ്ങനെ ചെയ്യുന്നത് റോങ് ആണോ, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്മൾ പറയുന്നത് പലർക്കും ഇങ്ങനെ ഭയങ്കര വാട്ട് എവർ വിൻസെന്റ് സർ അത് തന്നെ എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട്. അപ്പൊ നമ്മള് ഇപ്പം നമ്മളെ ഈ ഒരു ബോബി സോബിയിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. അതായത് നമ്മൾ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ് എന്നാണ്. അതായത് നമ്മൾ ഇപ്പം പലർക്കും ഉള്ളിൽ കുറ്റബോധങ്ങൾ ഉണ്ടാവും അല്ല, ഐ മീൻ ഞാൻ ശരിയല്ല, അങ്ങനെ അതിന് പകരം നമ്മൾ അങ്ങനത്തെ ആ ഒരു കാര്യത്തില് ഞാൻ കറക്റ്റ് ഇംപെർഫെക്റ്റ് ആണ് എന്ന ചിന്ത വേണ്ട. നമ്മൾ വാട്ട് എവർ നിങ്ങൾക്ക് ഉള്ള ഇപ്പൊ പലരും നിക് വൂജിക് എന്ന് പറഞ്ഞ ആളുണ്ട്. അവര് ജനിച്ചത് 2 കൈകളും 2 കാലുകളും ഒന്നും ഇല്ലാണ്ടാ. പക്ഷെ അയാൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, എനിക്ക് 2 കൈകളില്ല 2 കാലുകളില്ല, ഞാനൊരു ശരിയില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. അതിന് പകരം അയാൾ ഇന്ന് വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. 2 കൈകളും ഇല്ല, കാലും ജന്മന ഇല്ല. അവര് ഒരു ടേബിൾ അങ്ങനെയൊക്കെ ഇതിലാ ഇങ്ങനെ നിന്നിട്ടാണ് സംസാരിക്കുക. കാരണം അത്രക്കും ബിക്കോസ് കാലുകളില്ലല്ലോ, അപ്പൊ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. പക്ഷെ അവര് വാട്ട് എവർ ഹീസ് ബിലീവ് ദാറ്റ് ഹീസ് ഗുഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതേപോലെ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈഫ് നിങ്ങളെ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഗ്രോ ചെയ്യുന്ന സമയത്ത് പല വൂണ്ടുകളും ഉണ്ടാവും, പക്ഷെ ആ വൂണ്ടുകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാം എല്ലാം. അതായത്
that wound whatever mistakes that is teaching you something. നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ആ വൂണ്ടിലൂടെ നിങ്ങൾ പലപ്പോഴും. അതേപോലെ ഏജ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയില്ലേ ഒരു വൈനിനെ പോലെ ഭയങ്കര ഷീസ് ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ അങ്ങനെയല്ലോ പറയുന്ന പോലെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ബ്യൂട്ടിയിലും ആസ് വി ഏജ് നമ്മൾ ആ ബ്യൂട്ടി കണ്ടെത്തുക. നിങ്ങൾ വയസ്സായി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത് എന്ന്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പല ആളുകളെയും കാണാം, ആ ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഏജ് ആയാലും ആ ഒരു ബ്യൂട്ടി സ്റ്റിൽ അങ്ങനെ ഉണ്ടാവും കാണാൻ. ആൻഡ് സിംപ്ലിസിറ്റി ബ്രിങ്സ് പീസ്. അതായത് നിങ്ങൾ സിമ്പിളായി ജീവിക്കുന്നവരെ കണ്ട ഞങ്ങൾക്ക് തന്നെ ഒരു സിമ്പിളായി ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കൂലേ. അവർക്കൊരു പോസിറ്റീവ്, അവരെ കാണാൻ തന്നെ ഒരു പോസിറ്റീവ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും കാണാൻ. നമുക്ക് തന്നെ മനസ്സിൽ സമാധാനം ചിലപ്പോൾ വരും. ഇപ്പൊ ശ്രീ രവിശങ്കർ അങ്ങനെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണേ, അവര് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് പലരെയും ഉണ്ടാവും ലൈഫിൽ. അവരെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഒരു സമാധാനം ആയിരിക്കും അവരെ കാണുമ്പോൾ, അവരെ അടുത്ത് വരുമ്പോ ഒക്കെ. ബിക്കോസ് അവർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്കത് ഭയങ്കര പീസ്ഫുൾ ബ്രിങ് ചെയ്യുന്ന പറയുന്നത്. യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ടു ബി വാല്യൂബിൾ. നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി റിഫ്ലക്ട് ചെയ്യുന്നതാണ്. So crack is not where beauty ends, it is where the story begins. അപ്പൊ നിങ്ങൾ ഒന്ന് പൊട്ടിന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എൻഡ് ആവുന്നില്ല അവിടെ. നിങ്ങളെ ബ്യൂട്ടി, നിങ്ങളെ കഥ അവിടെയാണ് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇത്. ഹോം ചാലഞ്ച്, അതായത് ഒരു സോബി യു ക്യാൻ പ്രാക്ടീസ് ഈച്ച് ഡേ. എനിക്ക് ഇന്ന് ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോ കുറേ കാര്യങ്ങൾ കിട്ടണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നിങ്ങൾ ഇന്ന് ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഐ വോണ്ട് ടു ഡു ദിസ് വേ, അങ്ങനെ ഹോബിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ. അപ്പൊ അത് യു ക്യാൻ ഡു, വീട്ടിൽ തുടങ്ങാവുന്നതാണ്. അതേപോലെ അപ്രീഷിയേറ്റ് സംതിങ് ഓൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് സംതിങ് ന്യൂ. നിങ്ങൾ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അത് യു ക്യാൻ സ്റ്റാർട്ട് ബൈയിങ്, ഐ മീൻ യു ക്യാൻ യൂസ്. ഓക്കെ, പിന്നെ ലീവ് വൺ സ്മോൾ ഇംപെർഫെക്ഷൻ അൺകറക്റ്റഡ്. ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഡൗട്ട്. ബട്ട് പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, അസുഖങ്ങൾ പലതും കേൾക്കുമ്പോൾ എനിക്ക് ആ അസുഖം ഉണ്ടോ എന്ന് തോന്നാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഡൗട്ട്ഫുൾ ആയി ഇരിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ഇനി ഞാൻ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഒന്നും വരണ്ട. നിങ്ങൾ ജസ്റ്റ് ട്രൈ ടു ഡു എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ട്രൈ ഡൂയിങ് എവറിത്തിങ്. അപ്പൊ ഞാൻ താങ്ക് യു എവ്രി വൺ. അപ്പൊ ഇത് ഞാൻ കുറച്ച് സമയമായെന്ന് തോന്നുന്നു. സോ വെൻ യു സ്റ്റോപ്പ് ചേസിങ് പെർഫെക്ഷൻ, you create space for gratitude, resilience and joy. Wabi Sabi reminds us that our scars, changes and imperfections are not obstacles to a meaningful life. They are part of what makes it meaningful. So thank you everyone. Thank you ma'am. Thank you so much. Thank you, ma'am. Thank you. ഇപ്പോൾ 6:35 കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് വേഗം ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഗുഡ് മോർണിംഗ് മാം. മേഘ മാമിനോട് ആദ്യം തന്നെ ഒരു sorry പറയാണ്. ഇന്നലെ എനിക്ക് ലിങ്കും തരാൻ പറ്റിയില്ല, പോസ്റ്റർ ഒന്നും അയച്ചു തരാൻ പറ്റിയില്ല. ഇനി വയ്യാണ്ടായിപ്പോയി പെട്ടെന്ന്. എന്നിട്ടും മേഘ മാം രാത്രി ഞാൻ 12 മണിക്കാണ് ഇതിന്റെ ഇത് മാമിന്റെ മെസ്സേജ് തന്നെ കാണുന്നത്. ഇന്ന് രാവിലെ എനിക്ക് എന്നിട്ടും ഡൗട്ടായിരുന്നു, മാം ക്ലാസ് എടുക്കുവോ ഇല്ലയോ ഒന്നും അറിയാനും പറ്റുന്നില്ല. മാമിന് ഞാൻ അയച്ച മെസ്സേജും മാം കണ്ടില്ല. അയ്യോ, ഇനി മാമിനോട് എനിക്ക് എങ്ങനെ
മാം എടുത്ത എഫേർട്ട് ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ മാം എനിക്ക് തോന്നുന്നു കേരളത്തിലും അല്ലാന്ന് തോന്നുന്നു, ടൈം വ്യത്യാസം ഉണ്ടാകും. അപ്പോഴ് അല്ല മാം, ഇപ്പൊ ഞാൻ കണ്ണൂരാണ് എന്റെ നാട്. ഉണ്ടല്ലേ? ആ ആ ഉണ്ട്. ആ ഓക്കെ. അല്ല ആക്ച്വലി എന്തായിരുന്നാലും വളരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഇല്ലാന്നാണ് വിചാരിച്ചത്. അപ്പോ മാം ഒന്നും റിപ്ലൈ ചെയ്യാത്തോണ്ട് അതാണ് ബോബീസ് ഹോബിയില് പറയുന്ന കാര്യം എന്റെ കാര്യത്തിൽ ഇതിൽ അപ്ലൈ ചെയ്തു. ബിക്കോസ് എല്ലാ പ്രാവശ്യവും മാം പറയും കറക്റ്റ് ആയിട്ട് ഇന്ന് ഉണ്ട് എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ അലാറം പോലും വെച്ചിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് 5 മണിക്ക് എണീച്ച്. അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. എണീച്ചു നോക്കിയപ്പോ മാമിന്റെ മെസ്സേജ് കണ്ടു. അതാണ് നമ്മളെ എന്തോ ഗൈഡ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. കേട്ടോ. എന്തായിരുന്നാലും മാം എടുത്ത എഫേർട്സ് എന്തായിരുന്നാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. താങ്ക് യു. മാം സൂപ്പർ ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇന്നത്തെക്കാളും പഴയ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ ഒന്നും കളയില്ല. എൻ്റെ അമ്മയൊക്കെ അയ്യോ കളയരുത്, അത് അങ്ങനത്തെ അന്ന് ഭയങ്കര ഇമോഷണൽ. പക്ഷെ ഇന്നത്തെ പിള്ളേരെ എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക. ഇന്നത്തെ കാലഘട്ടം പഴയത് വേണ്ട, പുതിയത് മതി. മാം പറഞ്ഞപ്പോഴാ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ. ഞാൻ പലതും കളയാറില്ല, ഞാൻ സൂക്ഷിച്ചു വെക്കുമ്പോൾ മക്കള് പറയാം ആ ക്രിയകളെല്ലാം അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പൊ കുറച്ചുകൂടെ അതിന്റെ വില മനസ്സിലായി. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. അതെ, മാം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കളയാനാണ് ആൾക്കാര് നോക്കുക. പക്ഷെ നമ്മള് വോബീസ് ഹോബി ജപ്പാനിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലും പലരും ഇപ്പൊ മാം പറഞ്ഞ പോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജപ്പാനിൽ അവർ അതിനൊരു പേരിട്ടു, വോബീസ് ഹോബി. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മേഘ മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് വാല്യുബിൾ സെഷൻ. ഇനി ഞങ്ങളുടെ ക്ലാസ്സുകൾ മാമിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു എവറി വൺ. സീ യു ടുമോറോ. Thank you, Mega ma'am. Thank you all.